അനുഭവിച്ചവർക്കറിയാം ആ ദുരന്തം നടന്ന ആ രാത്രി എത്രമാത്രം യാതനകളുടേതായിരുന്നു എന്നുള്ളത്. ഇന്ന് സർക്കാരിൻ്റെ അതിഥികളായി എത്തിയ VIP-കളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു ഫാമിലിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അവരുടെ കയ്യിൽ ഇന്ന് സർക്കാർ അവർക്ക് ഇനി താമസിക്കാൻ പോകുന്ന വീടിൻ്റെ പട്ടയം നൽകിയിട്ടുണ്ട്. അതായത് ഇത്രയും നല്ല കൽപ്പറ്റൻ്റെ ഹൃദയഭാഗമായ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് വെച്ച് തന്നതിന് വളരെ നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഈ കാലം വരെയുള്ള ഞങ്ങൾക്കുള്ള 9,000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിൽ 18,000 രൂപ ഉണ്ട്, 6,000 റുപ്യ വാടക, അങ്ങനെ ഫുഡ് കൂപ്പൺ ഉണ്ട്. ഇതെല്ലാം ഇതുവരെ 2 വർഷമായിട്ട് ഒരു ദിവസം പോലും അത് മുടങ്ങാതെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. സർക്കാർ ചേർത്ത് വെച്ച ആ കരുതലിനെ കുറിച്ച് ഓരോ കുടുംബത്തിനും ഇതുപോലെ പറയാനുണ്ട്. ചില പോരായ്മകൾ അത് ഏത് സർക്കാരാണെങ്കിലും ഏത് സിസ്റ്റം ആണെങ്കിലും അത് സംഭവിക്കുമെന്നുള്ളത്. എന്നാലും ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവരെ ഒന്നും കൈവിടാതെ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇതുപോലുള്ള ആ കരുതലിൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് താമസിച്ചിരുന്നത്? മുണ്ടക്കയാണോ? മുണ്ടക്കി പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫസ്റ്റ് വീടാണ്. ഉരുൾപൊട്ടൽ എൻ്റെ വീടാണ് ഫസ്റ്റ് പോണത്, ബാക്കിയാണ് താഴേക്കുള്ള വീടുകളൊക്കെ പോണത്. മുണ്ടക്കയിൽ ഏറ്റവും മുകൾ കോളനീൻ്റെ അവിടെ പുഞ്ചിരിമട്ടം കുട്ടീൻ്റെ അടുത്ത് സ്ഥലത്തായി. പെങ്ങള്, അളിയൻ, പിന്നെ അങ്ങനെ അച്ഛൻ്റെ പെങ്ങന്മാരടക്കം കുടുംബത്തിൽ 10-18 ആൾ മരിച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത അയൽവക്കക്കാരെയൊക്കെ എങ്ങനെയാണ് സ്മരിക്കുന്നത്? അവരൊക്കെ നിങ്ങളെ അടുത്ത് തന്നെ ഈ ടൗൺഷിപ്പിനുള്ളിൽ താമസിക്കുന്നവരാണോ അതോ വേറെ സ്ഥലം മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, മാറിപ്പോയിട്ടില്ല. എനിക്ക് കിട്ടിയ ഈ 4 വീടിലും അടുത്തടുത്ത് ഞങ്ങൾ അയൽവാസികൾ തന്നെ പെട്ടുപോയി. പണ്ട് കളിച്ചിരികളുമായി ചെറിയ ആഘോഷങ്ങളാണെങ്കിലും വലിയ ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഈ ടൗൺഷിപ്പിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതിൽ പരം വേറൊരു സന്തോഷം കിട്ടാനില്ല. ആ സന്തോഷത്തിൽ കൂടെ തന്നെയാണ് ഇവരും ജീവിക്കുന്നത്. വീട് കിട്ടിയതിന് വളരെ സന്തോഷം. നിങ്ങൾ ആ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അതുപോലെ ഒരു ജീവിതം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെ മനസ്സിൽ അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനെ എന്തായാലും ഞങ്ങൾ അതുപോലെ ആക്കും. അതിലും മെച്ചപ്പെടുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സന്തോഷത്തിലേക്ക് ഇനി അധികം നാളുകളില്ല. ഇനി എല്ലാവരും ഇവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന നാളുകളാണ്.